എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും SRS പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മികച്ച ക്വാളിറ്റി നിർമ്മിച്ചിരിക്കുന്ന ഒരു കിടിലൻ 4 ബെഡ്റൂം വീടാണ്. പാലായ്ക്കടുത്ത് മുത്തോലി ഏരിയയിലാണ് ഈ പുതിയ വീട് വന്നിരിക്കുന്നത്. 15 സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന 2250 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒറ്റ നില വീടാണിത്. 4 ബെഡ്റൂമുകൾ, 3 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, ഒരു കോമൺ ബാത്റൂം, വിശാലമായ ലിവിംഗ് ഡൈനിങ് ഏരിയകൾ, ഒരു കോർട്ട്യാർഡ് ഏരിയ, കിച്ചൺ, വർക്ക് ഏരിയ, വലിയൊരു കാർ പോർച്ച് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വറ്റാത്ത കിണർ വെള്ളമാണ് ഈ വീടിനുള്ളത്. വിശാലമായ മുറ്റം മുഴുവൻ നല്ല ഭംഗിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ വീടിൻ്റെ മുൻഭാഗത്തോടെ ടാർ റോഡാണ് കടന്നു പോകുന്നത്. വെള്ളപ്പൊക്കമൊന്നും ഒരു കാലത്തും ബാധിക്കാത്ത മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു കേരള തനിമയിൽ എന്നാൽ മനോഹരമായ ഡിസൈൻ, ഒരു മോഡേൺ ലുക്കിൽ തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു കിടിലൻ പ്രോപ്പർട്ടി. അപ്പോൾ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാവുന്ന മുറ്റമാണുള്ളത്. അതുപോലെ നല്ല മനോഹരമായിട്ട് മുറ്റത്ത് ചരലൊക്കെ പാകി, ബാംഗ്ലൂ സ്റ്റോണൊക്കെ പാകി വളരെ ഭംഗിയാക്കി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വീടാണത്. കേരളത്തിലെ നമ്പർ 1 എൻട്രൻസ് കോച്ചിങ് സെൻ്ററായ ബ്രില്യൻറ്റിലേക്ക് ഈ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. മാസ്ലിവ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ മാത്രമാണ് ദൂരം. പാല ടൗണിലേക്ക് കഷ്ടിച്ച് 4 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും വളരെ അടുത്തുള്ള നല്ലൊരു ഏരിയയാണ്. 15 സെൻറ്റിൽ 2250 സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായ വീട്. നല്ല വീതിയേറിയ ഗേറ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. വിശാലമായ മുറ്റം, ഇതുപോലെ നാച്ചുറൽ സ്റ്റോണും അതുപോലെ തന്നെ പെബിൾസൊക്കെ ഇട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. വീടിൻ്റെ സൈഡുകളിൽ ഇതുപോലെ പുൽത്തകിടികളും ചെടികളുമൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. നമുക്കൊരു 6-7 കാറുകൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് വീടിൻ്റെ മുറ്റത്തുള്ളത്. പൂർണ്ണമായും വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടാണിത്. ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് സ്റ്റെപ്പുകൾ മുഴുവൻ ഗ്രാനൈറ്റാണ് പാകിയിരിക്കുന്നത്. നല്ല ഭംഗിയൊരു ഡിസൈനിൽ അതുപോലെ മികച്ച ക്വാളിറ്റി നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. ഈ വീടിൻ്റെ ജനലുകളും കഥകളും എല്ലാം നിർമ്മിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ഞിലിയുമാണ്. ഇതാണ് നമ്മുടെ വലിയൊരു കാർ പോർച്ച് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡുകളിലൊക്കെ ചെടികൾ വെച്ച് കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. പാലാ കോട്ടയം ഹൈവേയിലെ മുത്തോലി ജംഗ്ഷനിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം മാറി, ബ്രില്യൻറ്റ് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു ഏരിയ ആണിത്. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയും അതുപോലെ തന്നെ പാലാ കൊടുങ്ങൂർ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡിൽ നിന്ന് ഏകദേശം ഒരു 400 മീറ്റർ മാത്രം മാറിയിരിക്കുന്ന മനോഹരമായ വീടാണിത്. നല്ലൊരു ലൊക്കേഷനാണ്, ശാന്തസുന്ദരമായ ഏരിയയാണ്. തൊട്ടടുത്ത് തന്നെ അവശ്യസാധനങ്ങൾ മേടിക്കാനുള്ള കടകളെല്ലാം ഉണ്ട്. മുത്തോലി ടൗണിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അങ്ങനെ സൗകര്യങ്ങളുടെ നടുവിലിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടി. പാലായിലെയും പരിസര പ്രദേശങ്ങളിലെയും സ്കൂൾ ബസ്സുകളെല്ലാം നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള വഴി കൂടി കടന്നു വരുന്നുണ്ട്. ഒരിക്കലും വെള്ളപ്പൊക്കം ബാധിക്കാത്തൊരു ഏരിയയാണ്. അപ്പോൾ ഇത് വീടിൻ്റെ പുറത്തുള്ള ഒരു കോർട്ട്യാർഡ് ഏരിയയാണ്. ടൈൽസൊക്കെ പായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ അലക്കലും ടാപ്പുമൊക്കെ കൊടുത്തിരിക്കുന്നു. കിച്ചൻ്റെ പുറത്ത് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കിച്ചന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് വരുന്നു. വറ്റാത്ത കിണർ വെള്ളമാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്തുനിന്ന് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ മുകൾ ഭാഗം മുഴുവൻ നാച്ചുറൽ റോഡ് കൊണ്ട് ഡ്രസ് വർക്ക് കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു വാട്ടർ ടാങ്ക് കാണാം. ബാക്കി ഭാഗത്ത് മുഴുവൻ നാച്ചുറൽ റോഡും അതുപോലെ റൂഫിംഗ് ഷീറ്റും കൊണ്ട് മേഞ്ഞിരിക്കുന്നു. ഇവിടെ നമുക്ക് സോളാറിനുള്ള സംവിധാനമാണ് ഈ ഒരു ഭാഗത്ത് ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ലൊരു ഏരിയ. ഇവിടെ ഡ്രസ്സ് വിരിക്കാനോ അതല്ലെങ്കിൽ ചെറിയ ഫംഗ്ഷൻ നടത്താനൊക്കെ ഉള്ള സ്പേസ് നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗത്തുണ്ട്. വീണ്ടും നമ്മൾ വീടിൻ്റെ മുൻഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. വിശാലമായൊരു ഏരിയയാണ്. ചുറ്റിനും ധാരാളം വീടുകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഏരിയ. ഹൈവേയിൽ നിന്ന് അല്പം ഒതുങ്ങി എന്നാൽ നല്ല ശാന്തസുന്ദരമായ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് ഇനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. ഇവിടെ ഇരിക്കാനായി ഒരു ചെയർ ബെഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന വീടാണ്. മനോഹരമായിട്ട് വെൻറ്റിലേഷൻസും അതുപോലെ തന്നെ പർഗോളയൊക്കെ കൊടുത്തിട്ടുണ്ട്. തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഫ്രണ്ട് ഡോറ്, 2 പാളിയുള്ള ഡോറ് കടന്ന് നമ്മൾ കടന്നു വരുന്നത് വിശാലമായ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല ഇൻറ്റീരിയറാണ് ഈ വീട് നൽകിയിട്ടുള്ളത്. വലിയ ടൈൽസ് ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലിവിങ് ഏരിയയിൽ തന്നെ വലിയൊരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. സൈഡിലൊക്കെ നല്ല ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെ ഒരു പർഗോള കാണാം. അതിന് താഴ്വശത്ത് പെബിൾസ് ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഇതുപോലെ ടെക്സ്ചർ വർക്കുകൾ കൊടുത്ത് LED ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പം ലിവിങ് ഏരിയ കഴിഞ്ഞ് ഇവിടെ പാർട്ടീഷൻ വർക്കുകൾ കാണാം. ഫാനുകൾ BLDC ഫാനുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ LED ലൈറ്റുകളും ഫാൻസി ലൈറ്റുകളും എല്ലാം കൊടുത്തിരിക്കുന്നു. ഈ ഒരു സൈഡിൽ ആദ്യത്തെ ഒരു ബെഡ്റൂം വന്നിട്ടുണ്ട്. വലിയൊരു ബെഡ്റൂമാണ്. 3 ബെഡ്റൂമുകൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. കൂടാതെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടിയാണ് വീട്ടിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നു. ഇവിടെ നല്ല വലിയൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. 3 പാളിയുള്ള തേക്കുംതടി പണി കഴിച്ചിരിക്കുന്ന മനോഹരമായ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. എല്ലാ ബാത്റൂമുകളിലും അതുപോലെ പ്ലംബിംഗ് വയറിംഗ് ഐറ്റംസും എല്ലാം ബ്രാൻഡഡ് ഐറ്റംസാണ് യൂസ് ചെയ്തിട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കബോർഡിൻ്റെ വലിപ്പം. 3 ഡോറുള്ള വലിയ വാർഡ്രോബാണ്. വീണ്ടും നമ്മൾ ലിവിങ് ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നല്ല സീലിംഗ് വർക്കുകളൊക്കെ കാണാം. വലിയ TV യൂണിറ്റ് കാണാം.
ഈ ഒരു പാർട്ടീഷൻ കഴിഞ്ഞ് നമ്മൾ കടന്നു വരുന്നത് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടിയ വലിയൊരു ഹാളിലേക്കാണ്. വലിയ ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നല്ല സ്റ്റൈലായിട്ടുള്ള സീലിംഗ് വർക്കുകൾ, ഫാൻസി ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫാനുകളും ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ കിച്ചൺ വരുന്നു. നല്ല ഓപ്പൺ സ്റ്റൈലിലുള്ള കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ധാരാളം കബോർഡുകൾ നമുക്ക് കിച്ചണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഈ കബോർഡ് വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ടച്ച് സ്ക്രീനുള്ള ഹോബൊക്കെ കൊടുത്തിരിക്കുന്നു. ധാരാളം സ്റ്റോറേജ് ഉണ്ട്. തടിയിലാണ് വർക്കുകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത്. ഗ്രാനൈറ്റിൻ്റെ ടോപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ നല്ല LED പ്രൊഫൈലൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. 15 സെൻറ്റിൽ 2250 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു മനോഹരമായ വീടിൻ്റെ ഉടമ ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസാണ്. പാലാ ടൗണിൽ നിന്ന് വളരെ അടുത്തായി ആശുപത്രി, സ്കൂള്, കോളേജ് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം വളരെ അടുത്തുള്ള നല്ലൊരു ഏരിയയാണിത്. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന കിച്ചണും വർക്ക് ഏരിയയുമാണ്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമുകളിലേക്ക് കൂടി ഒന്ന് പോകാം. ഈ ഒരു ഡോറിൽ നിന്ന് പുറത്തേക്ക് നമുക്കൊരു വിശാലമായൊരു ഏരിയ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിത് പിന്നീട് കവർ ചെയ്തെടുക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. ഒരു എക്സ്ട്രാ റൂം വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ നമുക്കൊരു കോർട്ട്യാർഡ് ഏരിയ ആക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള വലിയൊരു ഏരിയ മുഴുവൻ ടൈൽസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല പർഗോളകൾ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പ്രെയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടൊരു പ്രെയർ ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏത് മതസ്ഥർക്കും അവരുടേതായ രൂപങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നു. ഡൈനിങ് ഏരിയയിൽ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടി നൽകിയിരിക്കുന്നു. എല്ലാ ബാത്റൂമുകളും ഇതുപോലെ വലിയ ബാത്റൂമുകളാണ്. എല്ലാത്തിനും നല്ല ഭംഗിയായിട്ട് ടൈൽസൊക്കെ കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. എല്ലാം നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ്. 3 ബെഡ്റൂമുകൾ നല്ല വലിയ ബെഡ്റൂമുകളാണ്. ഒരെണ്ണം അല്പം ചെറുതുമുണ്ട്. അപ്പോൾ 4 ബെഡ്റൂമുകളാണുള്ളത്. 3 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്. ഇവിടെ ജനലുകളൊക്കെ ആണെങ്കിലും വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഉൾവശം പൊക്കി വെക്കാവുന്ന പോലെ പാളികളൊക്കെ നൽകിയിരിക്കുന്നു. ഇവിടെ കബോർഡുകൾ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിലും ക്വാളിറ്റിയിലും നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. ഈ ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെക്കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ഒരു വീടും സ്ഥലമൊക്കെ വന്ന് കണ്ട് ക്വാളിറ്റിയൊക്കെ ബോധ്യപ്പെട്ട് ലൊക്കേഷനൊക്കെ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് വാങ്ങാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. ലോൺ സൗകര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് 90% വരെ നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും. 15 സെൻറ്റിൽ 2250 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു മനോഹരമായ വീടിന് ഉടമ ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. ക്വാളിറ്റിയും ബ്യൂട്ടിയും ഒത്തിണങ്ങിയ ഒരു വീട് സ്വന്തമാക്കാനായിരിക്കുന്നവർക്ക് താഴെക്കാണുന്ന നമ്പറിൽ വിളിക്കാം. നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ഒരു വീട് വന്ന് കാണാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം.